കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. എങ്ങനെയുണ്ട്? ഓക്കെ, കണ്ടപ്പോൾ തന്നെ ശ്രീലക്ഷ്മി എന്താണ് പേര്? ഇനി ഒരാളെ സെറ്റാക്കിയിട്ട് വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിന്ന് സെറ്റാക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇതിൽ 10 തവണ ഇതിൻ്റെ കൂടെ വരണം. ഓക്കെ, യെസ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ പ്രാങ്ക് വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ പ്രാങ്ക് എന്താണെന്ന് വെച്ചാൽ പ്രപ്പോസൽ പ്രാങ്കാണ് ഗായ്സ്. അതും റോസാപ്പൂ നമ്മൾ കൊടുക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻസ് നമുക്ക് നമ്മളെ വീഡിയോയിൽ വെച്ച് കാണാം. അപ്പോൾ നമ്മൾ ഫുൾ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് സ്ട്രേഞ്ചേഴ്സുകൾ എടുത്ത് പോയിട്ട് പബ്ലിക്കായിട്ട് പ്രപ്പോസൽ പ്രാങ്കാണ്. അപ്പോൾ നമ്മളിന്ന് കോഴിക്കോട് ബീച്ചിലുള്ളത് മൊത്തത്തിൽ പ്രാങ്ക് നടത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ് ഗായ്സ്. ഹലോ ഗായ്സ്, നിങ്ങൾക്ക് ഇപ്പോൾ ചൂടത്ത് നല്ല വെള്ളം കുടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ഷോപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഷോപ്പ്. നമ്മളെ ഫിൽസ് എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റാണ് ലൊക്കേഷൻ വരുന്നത്. നമ്മൾ ലൊക്കേഷൻ ഒന്ന് ചോദിച്ചു നോക്കാം. ഹായ് ബ്രോ, നമ്മളെ ലൊക്കേഷൻ വരുന്നത് ഫ്രാൻസിസ് റോഡ് ഇത്തോത്ത് റെസ്റ്റോറൻറ്റിന് മുന്നിൽ ഫിൽസ് പറഞ്ഞ ഷോപ്പായിരുന്നു. ആണല്ലേ? ഓക്കെ, ബ്രോൻ്റെ പേരെന്താ? എൻ്റെ പേര് സൽമാൻ. സൽമാൻ. ഓക്കെ, ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളോട്ടും കയറല്ലേ? വരൂ. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ? ഇവിടെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ സ്പെഷ്യൽ പാലടപ്പഞ്ച്, ഫ്രൂട്ട് പഞ്ച്, ഫലൂദ, ഫലൂദ അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ ഷെയ്ക്ക് ഐറ്റംസ് ആണെങ്കിൽ ഡേറ്റ്സ് മാജിക്, കാജു മാജിക്, കാഷ്യൂ ഡേറ്റ്സ്, സ്ട്രോബെറി അങ്ങനത്തെ ആണല്ലേ? അപ്പോൾ ഈ ചൂടത്ത് ഒന്ന് ആശ്വാസമാവും. ഹാപ്പിയാണ്. പിന്നെ അടിപൊളി ഒരു മുന്തിരി വെള്ളം നിറഞ്ഞ ഐറ്റം ഉണ്ട്. അതുകൊണ്ട് ഓക്കെ. അവരെ ടീമിന് തന്നെ വേറൊരു ഷോപ്പും പാടുണ്ട് അല്ലേ ഗൈസ്? അവർക്ക് വേറൊരു ഷോപ്പും പാടുണ്ട്. നേരെപ്പുറത്ത് തന്നെയാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലും കയറി നോക്കാം. കാസ എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ? ഇവിടെ നമ്മൾ കോക്ടെയിൽ മാത്രമേ ഉള്ളൂ. കോക്ടെയിൽ, കാസ കോക്ടെയിൽ പറഞ്ഞ ഐറ്റം. അത് 2 ഐറ്റം ഉണ്ട്. ടെൻഡർ എന്ന് പറയുന്നുണ്ട്, പിന്നെ ഒരു കാസ കോക്ടെയിൽ പറഞ്ഞ ഐറ്റം, പിന്നെ ബാക്കി കൂടെ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഓഫറും ഉണ്ട് കേട്ടോ ഗൈസ്. കസ്റ്റമേഴ്സ് വന്നിട്ട് ഇപ്പോൾ ചൂടത്തൊക്കെ നല്ല വെള്ളത്തിനൊക്കെ ഇങ്ങനെ വരികയെന്ന് വെച്ചാൽ ഏറ്റവും അടിപൊളിയായിട്ട് പോണ ഐറ്റം ഏതാ? ഒരു കോക്ടെയിൽ ഐറ്റം പോകും. പിന്നെ അതേപോലെ പിസ്ത മിൽക്ക് പറഞ്ഞ ഐറ്റം ഉണ്ട്. ആണല്ലേ? അതൊക്കെയാണ് അധികം കസ്റ്റമേഴ്സ് വാങ്ങുന്നത്. നല്ല ടേസ്റ്റുമാണ് ഗൈസ്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം. ഗൈസ്, ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം. ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. അടിപൊളിയാണ്. ലൊക്കേഷൻ നമുക്ക് ഒന്നുകൂടി ചോദിച്ചു നോക്കാം. ലൊക്കേഷൻ നമ്മൾ ഫ്രാൻസിസ് റോഡ് ഇത്തോത്തെ റെസ്റ്റോറൻറ്റ് ഓപ്പോസിറ്റ് ആയിട്ട്. ആണല്ലേ? ബീച്ചിലേക്ക് പോകുന്ന റോഡ് തന്നെ. ഓക്കെയാണ്. നമുക്ക് ഇവിടുത്തെ കാസിൻ്റെ ഈ ഓപ്പണിംഗ് ടൈം ഒന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ ഉച്ചക്ക് 12 മണി മുതൽ രാത്രി 1 മണി 1:30 വരെ ഉണ്ടാവും. ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത് പിസ്ത ഉണ്ടോ? ഫസ്റ്റ് കിടിലൻ സാധനം. ഇത് പിസ്ത എപ്പില്ലേ? ഈ ഭായിയാണ് ഇങ്ങനെ ഓരോന്ന് എടുത്തോണ്ട് വരുന്നത്. അടിപൊളിയാട്ടോ. ഇവിടെ ഒരു രക്ഷയില്ല. ഷോപ്പ് ആരും മറന്നോണ്ട. ഇതാണ് ഇവരെ ഷോപ്പ്. ഇതാണ് രണ്ടാമത്തെ ഷോപ്പ്. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ഇത് നമ്മുടെ പുഷ്പ ജംഗ്ഷൻ്റെ അവിടുന്ന് ബീച്ച് റോഡിലേക്ക് പോകുന്ന സ്ഥലത്തിൽ ഇത്തോത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് മസ്തി ഷോപ്പ്. മസ്തി കാസ ഫിൽസ്. ഓക്കെ ഗൈസ്, അങ്ങനെയാണ് ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങൾ വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. ഉള്ളിൽ ഫുൾ ആൾക്കാരാ ഗൈസ്. ഹായ് ഗൈസ്, സാറ്റിസ്ഫൈഡ് ആണോ? കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകണുള്ളൂ. ഹാപ്പി അല്ലേ? ഓക്കെ, ഒരു ഹായ് പറഞ്ഞോളൂ ഗൈസ്. അത് മൊത്തം ഞാൻ കുടിക്കണം. കണ്ടോ? സ്നേഹം മാത്രം. ഓക്കെ, സ്നേഹം, ഫുള്ള് സ്നേഹം ഗൈസ്. ഇത് ഞാൻ എടുത്തിട്ട് ഓർക്ക് കൊടുക്കാൻ വേണ്ടി പോവാ. അടിപൊളിയല്ലേ? ഓക്കെ, ഫുള്ള് കുടിച്ചോ? കുടിച്ചോ എല്ലാവരും കുടിച്ചോ? ഓക്കെ ഗൈസ്, ഒന്നും പാടെ ഉണ്ട്. ഇതും കൊടുക്കാം. സ്നേഹം മാത്രം. ഓക്കെ, പേരെന്താ? റിഷ. ഓക്കെ, ഇന്നെ മറന്നു പോവോ? ഇല്ലല്ലോ. ഓക്കെ, അനസ് വ്ലോഗ് 21 യൂട്യൂബാണ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ഹാപ്പി അല്ലേ? ഓക്കെ ഗൈസ്, ഒരു ഐറ്റം പാടുണ്ട്. സ്ട്രോബെറി. റോസ് മിൽക്ക് അല്ലേ ഗൈസ്? ഇത് റോസ് മിൽക്കാണ് ഗൈസ്. എനിക്ക് ഫുള്ളാണ്. എനിക്കൊന്നും കുടിക്കാൻ പോലും കഴിയില്ല. ഫുള്ള് സീനാണ്. പിന്നെ സ്പെഷ്യൽ ഇവിടെ ഇതും ഉണ്ട് കേട്ടോ. ബട്ടർ ഗുൽഗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യ മോനെ, അതൊക്കെ കഴിച്ചു കഴിഞ്ഞാലല്ലേ ഇവിടേക്ക് വന്നു പോകും ഗൈസ്. ഗൈസ്, ഞാനങ്ങനെ റോസ് മിൽക്ക് കുടിക്കുന്നുണ്ട്. ഫുള്ള് റോസാണ്.
അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് റോസിന്റെ കളികളെ കളിക്കല്. അതെ, ഹാപ്പി അല്ലേ? ഓ ഗൈസ്, ഇത് മൊത്തം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയി. അവർക്ക് ഗിഫ്റ്റ് ജ്യൂസാ കൊടുത്ത്. ഗൈസ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ, ഇനി കുടിക്കാൻ കഴിയുന്നില്ല. എന്ത് ബാംഗ്ലൂരോ? മോനെ ഗൈസ്, മൊത്തം വിഷയം. അടുത്ത ഐറ്റംസ് വരുന്നുണ്ട്. എൻ്റെ മോനെ, അതൊക്കെ ഞാനെപ്പം കഴിച്ചു കഴിയാനാ ഗൈസ്. ഗൈസ്, അങ്ങനെ അവിടെ നിന്ന് വിട പറഞ്ഞ് പോവാണ്. ഇതും ഒരു ഷോപ്പാണ്, അതും ഒരു ഷോപ്പാണ്. മസ്തി, കാസ, പിന്നെ ഇതും ഒരു ഷോപ്പാണ്. ഫിൽസ് ഗൈസ്, ഫിൽസ്, ഇതാണ് പേര്, ഫിൽസ് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വിട പറഞ്ഞ് പോവാണ്. അപ്പോൾ നിങ്ങൾ നേരെ ഇനി നമ്മളെ വീഡിയോസിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പ്രപ്പോസൽ പ്രാങ്കാണ്. അപ്പോൾ അതൊരു ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഓക്കെ. അപ്പോൾ ഗൈസ്, എല്ലാവരും പിടിച്ച് ഞാൻ പ്രപ്പോസൽ പ്രാങ്കാണ് ചെയ്യാൻ പോണത്. പഴയമാതിരി നമ്മൾ ഫുൾ പ്രാങ്ക് നടത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ പല മോഡലായിട്ടാണ് ഞാൻ പ്രപ്പോസൽ ചെയ്യുക. ചിലപ്പോൾ ഇങ്ങനെ കീശേന്ന് എടുക്കും, ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെയൊക്കെ എടുത്ത് ഞാൻ പ്രപ്പോസൽ നടത്തും. മൊത്തം കളറ് ഗൈസ്, മൊത്തം വിഷയമായിരിക്കും. നല്ല വെയിലൊക്കെ ഉണ്ട്, നല്ല കഷ്ടപ്പെട്ടിട്ടാണ്. മാക്സിമം ലൈക്ക് അടിക്കണം. ഓക്കെ. ഹലോ ഗൈസ്, ഹായ്. തിരക്കിലാണോ? ഓക്കെ. അപ്പോൾ എന്താ അവിടെ ബീച്ചിൽ? ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. ഓക്കെ, എന്താ പേരെന്താ? സിമ്ര, റിഫ്ന, ഫഹ്മില. ഓക്കെ, എന്ത് ചെയ്യുന്നു? എഞ്ചിനീയറിംഗ്. ഓക്കെ, ഡിഗ്രി. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഓക്കെ. അപ്പോൾ ഡോക്ടർ അല്ലേ? ആവും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ എൻജിനീയറിങ്ങിൻ്റെ ആളെ തപ്പിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. കാര്യമായിട്ട് എനിക്ക് എപ്പോഴും കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പേരെന്തായിരുന്നു? സിമ്ര. ഓക്കെ. അപ്പോൾ പഠിക്കാനൊക്കെ എങ്ങനെയാ? കുഴപ്പമില്ല. ഭാവിയിൽ എന്തൊക്കെ അങ്ക് പ്ലാനൊക്കെ ഉള്ളത്? പ്ലാന് എഞ്ചിനീയറിംഗ് ആവണം 4 കൊല്ലം കഴിഞ്ഞിട്ട്. 4 കൊല്ലം 2 കൊല്ലം കൂടി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ സെറ്റായില്ലേ? എങ്ങോട്ടൊക്കെ പോകാനാ പ്ലാന്? ഈ പെരുന്നാൾ എങ്ങനെയുണ്ട്? ഇനി പെരുന്നാൾ എന്ത് ഡ്രസ് ഇട്ട് മാറ്റി 2 ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് കിടന്നുറങ്ങി. വീട്ടിൽ എന്തിനി ഫുഡ്? വീട്ടിൽ ബിരിയാണി, പായസം. ഓക്കെ, ഹാപ്പിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ രണ്ടാളും സെറ്റാവാൻ പോവാം. ഓക്കെ, ഹാപ്പി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെ? അപ്പോൾ ഇവർ പൊയ്ക്കോട്ടല്ലേ? അമ്മ എന്നാ വീട്ടിലേക്ക് പോവാം. അമ്മ ഏൽപ്പിച്ച് വന്നാ. ഓക്കെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്താ ചെയ്യുക ഞാൻ? എനിക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഉമ്മ പറഞ്ഞു ഒരു കല്യാണം നോക്കാൻ വേണ്ടിയിട്ട് ഒരാളെ സെറ്റാക്കാൻ. അപ്പോൾ എൻജിനീയറിംഗ് ആണെന്ന് വെച്ചാൽ സിമ്പിളായല്ലോ. എൻജിനീയറിംഗ് വെച്ചാൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? എഞ്ചിനീയറിംഗ് വെച്ചാൽ എന്താണെന്നറിയോ? ഈ എൻജിനൊക്കെ ഉണ്ടാക്കുന്ന സംഭവമല്ലേ? എൻജിൻ്റെ അല്ല ആണ്. അപ്പൊ ഈ എൻജിനീയർ പറഞ്ഞാല് റോഡ് പണിന്റെ എൻജിന് അതല്ല, സിവിൽ അല്ലേ? ഓക്കെ, എന്നാ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഓക്കെ, ആണല്ലേ? കാണാൻ നല്ല രസമുണ്ട്, അടിപൊളി. പാട്ട് പാടുമോ? ഇല്ല, ആണല്ലേ? അപ്പോ എങ്ങനെ ഇനി എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ ഏതാ യൂട്യൂബാ? എന്താണ് ശരിക്കും? ഞാൻ ശരിക്കും പറയാന്ന് വെച്ചാല് ഒരു കുട്ടിയെ തപ്പി നടക്കാം. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എനിക്ക് ക്യാമറമാനൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് സിമ്പിളായല്ലോ, പൂവൊക്കെ തന്നില്ലേ? അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. അതെ, വടകര. എൻ്റെ വീട് ഇവിടെ കോഴിക്കോട് ടു വടകര. നമുക്ക് ഈ പുതുക്കൊക്കെ പോകുമ്പോൾ ബസ്സിലൊക്കെ പാട്ടൊക്കെ വെച്ച്. ഇല്ല, വേണ്ടല്ലേ? ഓക്കെ, എന്നാൽ ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ. ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്യാൻ തോന്നി, അങ്ങനെ പ്രാങ്ക് ചെയ്ത. ക്യാമറ ഇതാ എൻ്റെ കയ്യിൽ. ഓക്കെ, ഞാൻ തന്നെയാണ് പ്രാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രപ്പോസൽ പ്രാങ്ക് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് പിടിച്ചോ. അപ്പോൾ ക്യാമറ നോക്കി രായ് പറഞ്ഞു. ഹായ് ഗൈസ്, ഹായ്. പേരെന്താ? ഞാനല്ലേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. ഒന്നും കൂടി തിരിഞ്ഞിരിക്കോ? യെസ്, ഒരു സംഗതി പറയാൻ വേണ്ടി വന്നാ. ഓക്കെ അല്ലേ?
ഓക്കെ. പേരെന്താ? ഓക്കെ ഓക്കെ ഓക്കെ. എന്താന്ന് വെച്ചാൽ ഞാനിങ്ങനെ ബീച്ചിലൊക്കെ വന്നിട്ട് കുറേ ദിവസമായി. അപ്പോൾ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി. ഇനി ഒരാളെ സെറ്റാക്കിയിട്ട് വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിന്ന് സെറ്റാക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇതിൽ 10 ആവണോല് എൻ്റെ കൂടെ വരണം. ഓക്കെ. യെസ് യെസ്. 1 2 3 4 5 6 7 8 9 10. ഈ വന്നേ പറ്റൂ. വരണം. ഞാനേതാ? വെള്ള റോസപ്പൂ. ഇത് പിടിക്ക്. ഓക്കെ അല്ലേ? ആ, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഓളെ ഞാൻ വീട്ടിൽ കൊണ്ടുപോവാം. ഓക്കെ ഓക്കെ അല്ലേ? അല്ല, ഞാൻ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെ ചെക്കനും ഉണ്ട്. നമ്മൾ തേച്ചാലോ? ബ്രേക്കപ്പ് ഇട്ടല്ലോ? വേണ്ട ആണല്ലേ? ഓക്കെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ തുറന്നു പറയാൻ വേണ്ടി പോവാണ്. നമ്മൾ വിഷമിപ്പിക്കണ്ട, കഴിയുന്നില്ല, പോവാണ്. ഞാൻ ജസ്റ്റ് ഒരു പ്രപ്പോസൽ പ്രാങ്ക് ചെയ്താട്ടോ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ഈ ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഭയങ്കര ഓല്ലേ വിഷമായോ? ജസ്റ്റ് ഒരു ചെറിയൊരു മാത്സ് ചോദിക്കട്ടെ, കിട്ടുമോ നോക്കാനാ? ഓക്കെ. 777 + 333 എത്ര? അറിയില്ല. അറിയോ? 1000. റോങ് ആൻസർ. ഓക്കെ, ഞാൻ പോട്ടെ. ഓക്കെ. ഗായ്സ്, ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക. മുന്നിൽ മൊത്തം ആൾക്കാരാണ്. എല്ലാവരും പിടിച്ച് പ്രപ്പോസൽ ചെയ്യാൻ പോവാം. ആരും വെറുതെ വിടൂല. ഓക്കെ, ഒക്കെ തമാശയാണ് കേട്ടോ ഗായ്സ്. അങ്ങനെ ഞാനിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാം. എന്താ പറയാ, അവിടെ ഒരു ടീം നിൽക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ഇവിടെ ചെയ്താളാം. ഹായ് ഗൈസ്. ഹായ്. തിരക്കിലാണോ? അല്ലല്ലേ? ഓക്കെ. എന്നെ കണ്ടപ്പോൾ എന്ത് തോന്നി? ആണല്ലേ? ഹാപ്പിയാണ്? ഓക്കെ. പേരെന്താ? റീഹ. ഓക്കെ. കീർത്തന. ഓക്കെ. അപ്പോൾ ഇതിലാരാണ് ഏറ്റവും സിംഗർ? ആരാ? ഓളല്ലേ? ഓക്കെ. ഒരു പാട്ട് പാടണം. എന്താണ്? ആണ്. എന്താ പ്രശ്നമുണ്ടോ? എന്താണ്? അല്ല, ഒരു മെല്ലെ പഠിക്കൂ. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ കേക്ക് ആണ്. 1-ാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ അത് പഠിക്കും. എന്നാല് താമടിയോ? അനന പാച്ചേ? സാറേ സാമ്പാർ അതറിയും? ഏതെങ്കിലും അറിയും? ഒരു പാട്ട് മതി. ആ, പാട്ട്. യെസ്. നിങ്ങൾക്ക് ഒരു അടിപൊളി പാട്ട് കേൾക്കാൻ വേണ്ടി പോവാം. വേണ്ടല്ലേ? ഓക്കെ, എന്നാ അവള് വേണ്ട. അവള് വെറുതെ സങ്കടപ്പെടുത്തണ്ട. അപ്പോൾ നിങ്ങൾ പാടിക്കും. ആണ്? ഓക്കെ, എന്നാ ഒരു ഡാൻസ്. പാട്ട് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇതിൽ കയറ്റിക്കോളാം. ഒരു ഡാൻസ് കളിച്ചോ? യെസ്. ആ, എന്തേ? ആണല്ലേ? ഓക്കെ, എന്നാൽ അതൊന്നും വേണ്ട. ഞാൻ എന്തിനാ വന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? അത് മനസ്സിലായില്ലല്ലോ? മനസ്സിലായോ? ഇല്ല? ഭയങ്കര സേഡായോ? കരയോ? ഇല്ലല്ലോ? ഹാപ്പി അല്ലേ? എന്നാൽ ഒന്ന് കണ്ണടക്കി. എല്ലാവരും കണ്ണടക്കി. ഞാൻ പറഞ്ഞുതരാം. കൈ 2 താത്ത് കണ്ണടക്കി. തുറന്നു പോവുകയോ ചെയ്യരുതേ. ഞാൻ ഇവിടെ കുറച്ച് സംഗതി ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ. കണ്ണ് തുറക്കരുതേ. കണ്ണ് പൂട്ടി വെക്കണേ. ഓക്കെ അല്ലേ? കണ്ണൊക്കെ പൂട്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചെയ്യാൻ വേണ്ടി പോവാണ്. തുറന്നു. ഓക്കെ. കണ്ടപ്പോൾ തന്നെ ശ്രീലക്ഷ്മി. എന്താണ് പേര്? എന്താ പേരെന്താ? കീർത്തനക്ക് എന്നെ ഇഷ്ടമായോ? എനിക്ക് കീർത്തനയെ ഒരുപാട് ഇഷ്ടമായി. എന്താ വെച്ചാൽ കീർത്തനെ ഞാൻ സ്വപ്നത്തിൽ വരെ കാണലുണ്ട്. ഇത് പിടിക്ക്. ആണ്? എന്നാ ഒരു ആരെങ്കിലും ഒന്ന് ഉറപ്പിക്ക്. നിങ്ങൾ ചിരി. ഉറപ്പല്ലേ? എന്നാ ഓരോ അവിടെ നിൽക്കാൻ പറയ്.
നിക്ക്, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. എനിക്ക് ഇന്ന് ഒരാളെ സെറ്റാക്കി. എന്താ ഐസ് ആരും വാങ്ങുന്നില്ലല്ലോ, ഇതെന്താ കഥ? എന്നാ ഐഫോണൊക്കെ ഇല്ലേ, ഞാൻ 2 മേടിച്ചു തരാം. 2 ഐഫോണ് കരയൂല്ലേ? എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രാങ്ക് ചെയ്താ ജസ്റ്റ് ഒരു പ്രപ്പോസൽ പ്രാങ്ക് ആയിരുന്നു. ഹാപ്പി അല്ലേ? അപ്പോൾ ഒന്നും കൂടി വരൂ, പറഞ്ഞുതരാം. ഗൈസ് അങ്ങനെ നമ്മൾ ഇത് പറയാൻ പോവാ, അവർക്ക് സങ്കടമാവുന്നുണ്ടാവും. ഹലോ ഗൈസ്, ഇത് ഒരു പ്രപ്പോസൽ പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഹാപ്പി അല്ലേ? അപ്പോൾ എന്നാൽ ഇത് വാങ്ങിക്കോ. ഇനി സീരിയസ് ആയി, ഇതുവരെ പ്രാങ്ക് ആയിരുന്നു, സീരിയസ് ആയി. അപ്പോൾ വീട്ടിൽ പോവാ മതിയില്ലേ? ഓക്കെ, എന്നാൽ ഒരു ക്യാമറ നോക്കി രായി പറഞ്ഞോ. ഫുള്ള് പ്രാങ്കാണ്. അപ്പോൾ അനസ്ലോഗ് 21 ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ രായി പറഞ്ഞോ. ഹലോ ഗൈസ്, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും അടിപൊളി പ്രാങ്ക് വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. ഓക്കെ, ബൈ.